സ്പോൺസറുടെ പരാതിയിൽ കുവൈത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് സൗദിയിലെത്തിച്ച തിരുവനന്തപുരം മഞ്ഞപ്പാറ KP ഹൗസിൽ സഹീർ ഖാന്റെ ഭാര്യ റഹ്മത്ത് നുസൈബ ബീവിയുടെ ജയിൽവാസം നീളുന്നു. ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും നുസൈബയുടെ മോചനം സാധ്യമാകാത്തത് ബന്ധുക്കളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. കുവൈത്തിൽ ഭർത്താവുമൊത്ത് കഴിഞ്ഞിരുന്ന നുസൈബ ബീവിയെ കഴിഞ്ഞ ഓഗസ്റ്റ് 12-നാണ് അറസ്റ്റ് ചെയ്തത്. കുവൈത്ത് സുപ്രീം കോടതി ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു അറസ്റ്റ്. അതിനുശേഷമാണ് സൗദിയിലേക്ക് കൊണ്ടുവന്നത്. ദമാമിലെ ഒരു വീട്ടിൽ ജോലിക്കാരിയായിരുന്ന നുസൈബ മറ്റ് 2 പേരുടെ സഹായത്തോടെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ ലക്ഷങ്ങൾ വില വരുന്ന വസ്തുക്കൾ മോഷ്ടിച്ച് കടന്നുകളഞ്ഞു എന്നായിരുന്നു പരാതി. എന്നാൽ കോടതിയിൽ മോഷണക്കുറ്റം തെളിയിക്കാൻ വാദിഭാഗത്തിനായില്ല. അതേസമയം സ്പോൺസറുടെ അനുമതിയില്ലാതെയാണ് നുസൈബ നാട്ടിലേക്ക് കടന്നതെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. 1 വർഷം തടവും 60 അടിയുമാണ് ഈ കുറ്റത്തിന് കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും വിധിയുടെ പകർപ്പ് ജയിലിൽ എത്താത്തതാണ് മോചനത്തിന് തടസ്സമായി നിൽക്കുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് ജയിലിലെത്തിയ മുൻ സ്പോൺസർ തനിക്ക് നഷ്ടമായ 3 ലക്ഷത്തോളം വരുന്ന റിയാൽ നൽകിയാലല്ലാതെ നുസൈബയെ മോചിപ്പിക്കരുതെന്ന് ജയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതും ബന്ധുക്കളുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വിധിയുടെ പകർപ്പ് ഗവർണർ ഹൗസിൽ നിന്നും ജയിലിലെത്തിയാൽ നുസൈബ മോചിപ്പിക്കപ്പെടുമെന്നും സ്പോൺസറുടെ പരാതി നിലനിൽക്കുന്നതല്ല എന്നുമാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. നുസൈബയുടെ മോചനത്തിന് ഇനിയും എത്രനാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കുടുംബം. സാജിദ് ആറാട്ടുപുഴ, മീഡിയ 1, ദമാം.